അല്ല അത് തന്നെയാണ്. അതിനകത്ത് ഈ ഹർഷം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എന്താ വെച്ചാലേ, കഴിഞ്ഞ 12 വർഷമായിട്ട് ഇവർ തോറ്റിട്ടേയില്ല, ഒരിക്കൽ പോലും തോറ്റിട്ടില്ല. ആര് ബി ജെ പിയുടെയും സംഘപരിവാരത്തിൻ്റെയും ഈ രാഷ്ട്രീയ പക്ഷത്തിലൊരു തോൽവിയും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അവർ തെരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടുണ്ട് ഈ ഘട്ടത്തിൽ, പക്ഷേ ആ തോറ്റ തെരഞ്ഞെടുപ്പുകളെ വിജയമാക്കി മാറ്റാനുള്ള രാഷ്ട്രീയ കുതന്ത്രവും അവർക്ക് കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ പലയിടങ്ങളിലും തോൽക്കുമ്പോഴവർക്ക് പക്ഷേ മറ്റു തരത്തിൽ ആളുകളെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരാനും കാശിറക്കിയിട്ടാണെന്ന് അവർ പറയും. കാശിറക്കാതെ ഇങ്ങനെ ആളുകൾ വരുമോ എന്ന സംശയം നമുക്ക് തന്നെയുണ്ട്. അപ്പോൾ ഈ എം പിമാരെയും മറ്റും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ മന്ത്രിമാരെയും മറ്റുമൊക്കെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ പറ്റിയിട്ട് ഒരിക്കലും തോറ്റിട്ടേയില്ല. 12 വർഷമായിട്ട്, 12 വർഷമല്ല, അതിനു മുമ്പ് അണ്ണാ ഹസാരയുടെ സമരം തൊട്ട് കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിൻ്റെ, മൻമോഹൻ സർക്കാരിൻ്റെ അവസാന കാലം തൊട്ട്, പ്രതിപക്ഷം എന്ന നിലക്ക് ബി ജെ പി അതിശക്തമായിട്ട് വന്ന കാലം തൊട്ട്, പിന്നീട് നരേന്ദ്രമോദി പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് രാഷ്ട്രീയത്തിനകത്ത് ഉദിച്ചുയർന്ന കാലം തൊട്ട് ഇങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയമാണ്. തെരഞ്ഞെടുപ്പുകളിൽ ജനം വോട്ട് ചെയ്ത് തോൽപ്പിച്ചെടുത്ത് പോലും ഇവർ പണം കൊണ്ടും മറ്റു തരത്തിലുള്ള സ്വാധീന ശേഷി കൊണ്ടും ഇവർ വിജയമുണ്ടാക്കും എന്നത് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 12 വർഷക്കാലം ഒരിക്കലും തോൽക്കാത്ത, ഞങ്ങൾ തോൽക്കുകയേ ഇല്ല എന്ന മനോനിലയായിട്ട് തുടരുന്ന ഈ ബി ജെ പി രാഷ്ട്രീയ മനസ്സുള്ള ആളുകൾക്ക് മുന്നിലേക്കാണ് ഇടുത്തി പോലെ ഈ സംഗതി വന്ന് വീണത്. നമ്മളത് കാണുന്നുണ്ടല്ലോ. അതായത് എന്നു മാത്രമല്ല, ഇനി അങ്ങോട്ടാണെങ്കിലും ഞങ്ങളുടെ രാജ്യം മാത്രമാണ് വരിക എന്ന നല്ല ആത്മവിശ്വാസം നിൽക്കുന്ന ആളുകളായിരുന്നു അവർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 1 ഇന്ത്യ 1 ഇലക്ഷൻ സംഗതി വരുന്നു, പിന്നെ ഈ പറയുന്ന മണ്ഡല പുനർനിർണ്ണയം വരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഞങ്ങൾ നിശ്ചയിക്കുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയം ഇപ്പോൾ പലതരത്തിൽ ദേശീയ ഗീതമാണെങ്കിലും എല്ലാം ഞങ്ങളുടെ രാഷ്ട്രീയം രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് അടിയുറപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പും കൂടെ കഴിഞ്ഞിട്ട് ചില ആളുകൾ പ്രതീക്ഷിക്കുന്നത്, ബഹുഭൂരിപക്ഷം പേരും അവരുടെ കൂട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്, നരേന്ദ്രമോദി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതൃബിംബമായിട്ട് ഒരു പ്രസിഡൻഷ്യൽ രീതിയിലൊക്കെയുള്ള, ഇപ്പോൾ തുർക്കിയിലും റഷ്യയിലൊക്കെ ഉള്ളതുപോലെ ഒരു ദീർഘകാലത്തേക്ക് ഭരണം, ദീർഘകാലത്തേക്കെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഭാവി കാലത്തോളം തങ്ങളുടെ കയ്യിലേക്ക് ഭരണം വരുന്ന, മറ്റുള്ളവരെല്ലാം വളരെ പിന്നോട്ട് മാത്രം നിൽക്കുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നതെന്ന വലിയ ആത്മവിശ്വാസത്തോടെയായിരുന്നു എല്ലാവരും നിന്നുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും അത് അങ്ങനെ വിജയിച്ച് പോകുമായിരുന്നു. കാരണം എത്ര വലിയ പ്രതിപക്ഷം അപ്പാടെ തന്നെ ഒന്നിച്ചൊരു മുന്നണി ഉണ്ടാക്കി നിന്നിട്ട് പോലും ഇവരുടെ മുന്നിൽ വിജയിക്കുന്നുണ്ടായിരുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെ വോയിസ് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. കാരണം സകലമാന മാധ്യമങ്ങളും ഈ ഭയം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഈ കേന്ദ്ര സർക്കാരിനൊപ്പം ബി ജെ പിക്കൊപ്പം സംഘപരിവാര രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഏകദാനമായിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഇടുത്തി പോലെയും ശരിക്കും പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും അത്ഭുതകരമാകുന്ന വിധത്തിലും ഈ ഒരു സമരം വന്ന് വീഴുകയും ഇങ്ങനെ അങ്ങ് വിജയിക്കുകയും ചെയ്തത്. അതായത് അവർക്കറിയാവുന്ന എല്ലാ തന്ത്രങ്ങളും അവർ പ്രയോഗിച്ച് നോക്കി. ഇന്നിപ്പോൾ നമ്മൾ അടുത്ത വിശദമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ടി ജി മോഹൻദാസ് പറയുന്ന കാര്യം ശരിക്കും അവർ ചെയ്തു നോക്കി. അവർ തല്ലി ഓടിച്ചു. അവർ പെൺകുട്ടികളെ മോളസ്റ്റ് ചെയ്തിട്ട് അവരെ പേടിപ്പിച്ച് വീടുകളിലേക്ക് തിരിച്ചോടിക്കാൻ പ്രേരിപ്പിച്ചു. പക്ഷേ അവരുടെ ആ തന്ത്രങ്ങളൊന്നും വിജയിച്ചില്ല. ഈ ചെറുപ്പക്കാർ, അതായത് കുട്ടികൾ, അതായത് ഈ പയ്യന്മാരെന്നൊക്കെ പറയില്ലേ, അവരങ്ങ് വിജയിച്ചു. 10-25 വയസ്സ് മാത്രമുള്ള നരേന്ദ്ര ദാമോദർദാസ് മോദി 12 വർഷം മുമ്പ് വരുമ്പോൾ 10-12 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കുട്ടികളടക്കമുള്ള ആളുകൾ ഈ സമരത്തെ വിജയിപ്പിച്ചു. ഇതിൽ ഹർഷം പറഞ്ഞതുപോലെ രോഷം, ഈ പറയുന്ന അങ്ങനെ സംഭവിച്ചോ എന്ന അത്ഭുതകരവും മറ്റും ചേർന്ന രോഷം ഈ ആളുകളെ അങ്ങേയറ്റം അഗ്രസീവായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മുംബൈയിൽ കണ്ടല്ലോ, ആ പോലീസ് വാനിനെ ഇങ്ങനെ തടയുന്നതായിട്ട് പോസ്റ്റ് ചെയ്ത് നിന്ന ആ പെൺകുട്ടി, ആ മോഡൽ റിയ ആഹിർ എന്നാണ് അവരുടെ പേര്. അവർ പരാതി കൊടുത്തിരിക്കുകയാണ് പോലീസിന്. കാരണം അവരെ അതിക്രൂരമായിട്ട് സൈബർ ബുള്ളിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫോട്ടോ ഡീപ് ഫേക്ക്, അവരവരുടെ മോഡലാണ്, അവരുടെ ഇൻസ്റ്റാ പേജിലൊക്കെയുള്ള വീഡിയോസ് തന്നെ എടുത്തിട്ട് അവരങ്ങ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺ വിളി, തെറിവിളി, ബഹളം. അവർ പരാതി കൊടുത്തിരിക്കുകയാണ്. ജുനൈദിൻ്റെ കാര്യം ഹർഷം പറഞ്ഞു. ജുനൈദിൻ്റെ വീട്ടിൽ ജുനൈദ് എന്താ ചെയ്ത്, സമരം ചെയ്യാൻ വരുന്ന ഈ ചെറിയ കുട്ടികൾക്ക് പല വീടുകളിൽ നിന്ന് വരുന്ന ആളുകൾ, അതിൽ RSSകാരുടെ വീടുകളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, BJPയുടെ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്, കോൺഗ്രസ്സുകാരുടെ, CPMകാരുടെ, CPIക്കാരുടെ, അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയുടെ എല്ലാ മതജാതി രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന ഈ കുട്ടികൾക്ക് ജുനൈദ് ഭക്ഷണം കൊടുത്തു. ഇത്രയും ആളുകൾ അവിടെ ജന്തർമന്ദറിൽ നിൽക്കുക, ഭക്ഷണം കൊടുത്തതിനെയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലീസ് എന്നത്. എന്നിട്ട് UP പോലീസ് ആ കുടുംബത്തെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയായിട്ട് 100,000 സംഭവ വികാസങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഐഷേ ഘോഷ്, SFIയുടെ നേതാവ് ഐഷേ ഘോഷ് ഇന്നലെ തന്നെ വീഡിയോയിൽ പറഞ്ഞു, ജുനൈദ് ഭായിക്കൊപ്പം നമ്മൾ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ പറയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇത് ആക്രമിക്കുക എന്ന് വെച്ചാൽ അവർക്ക് വല്ലാതെ വിഷമത്തിലായിപ്പോയി. ഞങ്ങളുടെ പക്ഷത്തിന് ഇങ്ങനെ ഒരു ക്ഷീണമുണ്ടാകും എന്നവർ സ്വപ്നേവി വിചാരിച്ചിരുന്നില്ല. അത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് മോദിജിയും അമിത്ഷാജിയും ഇതിനെ എതിർത്ത് തീർത്തോളും എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. 2 മന്ത്രിമാർ, ഹർഷേന്ദ്ര വാർത്താസമ്മേളനം സൗരവ്ദാസ് ഈ സംഗതി സമരം പിൻവലിച്ചു എന്ന് പറയുന്ന വാർത്താസമ്മേളനത്തിൽ ഇപ്പോഴത്തെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിഗതിയുടെ നേർചിത്രമായിരുന്നു. അങ്ങേറ്റം ഗ്ലൂമിയായിട്ട് 2 കേന്ദ്രമന്ത്രിമാർ, BJP സർക്കാരിലെ, നരേന്ദ്രമോദി സർക്കാരിലെ 2 മന്ത്രിമാർ, അതിശക്തമായ ഈ സർക്കാരിലെ 2 മന്ത്രിമാർ അങ്ങേയറ്റം ഗ്ലൂമിയായിട്ട് മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്.
വളരെ സാത്വികമായിട്ടുള്ള പോസ്റ്ററുമായിട്ട് ഈ സൗരവ് ദാസിനെ പോലുള്ള ചെറുപ്പക്കാർ കാര്യം പറയുകയാണ്. സൗരവ് ദാസും അശുതോഷ് റാങ്കെയുമാണ് വാർത്താ സമ്മേളനത്തിരുന്നത്. രണ്ട് ഗ്ലൂമി ആയിട്ടുള്ള ഈ പറയുന്ന BJP സർക്കാരിൻ്റെ പ്രതിനിധികളും ഒട്ടും അമിതാവേശം കാണിക്കാതെ വളരെ സാത്വികമായിട്ടുള്ള പോസ്റ്ററുമായിട്ട് രണ്ട് ഈ CJPയുടെയും രാജ്യത്തെ യുവത്വത്തിൻ്റെയും പ്രതിനിധികൾ ഇരിക്കുകയാണ്. അപ്പോൾ അവർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ ശരിക്കും ഇത് കണ്ട സംഘപരിവാര ഭക്തരായിട്ടുള്ള ഈ BJP കേന്ദ്ര സർക്കാരിൻ്റെ വലിയ അണികളായിട്ടുള്ള ആളുകൾ ആകപ്പാടെ വലിയ വിഷമത്തിലായിപ്പോയി. അവർ അങ്ങനെയുള്ള ആളുകളിലെ രാഷ്ട്രീയ അധികാര പദവിയുള്ള ആളുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലതും. ഇത് അസമിലെ BJPയുടെ മന്ത്രിയുടെ മകളുണ്ട് ഇവരുടെ പ്രതിഷേധത്തിൽ. മറ്റൊരു സംസ്ഥാനത്തെ MP യുടെ മകളുണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് പറഞ്ഞ ആഹ്ലാദ പ്രകടനം നടത്തണം. അപ്പോൾ അവരവരുടെ വീടുകൾക്കകത്തേക്ക് തന്നെ തങ്ങൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ ചിന്ത കടന്നു കയറിയിരിക്കുന്നു എന്നത് അവരെ നിരാശരാക്കി കളഞ്ഞു. ആ നിരാശയുടെ പ്രതിഫലനമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് രണ്ട് തരത്തിൽ സംഭവിക്കാം. ഒന്ന്, ഹർഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ BJPക്കാരെല്ലാവരും രാഷ്ട്രീയമായിട്ട് ധാരണയില്ലാത്ത ആളുകളല്ല. BJP നേതാക്കളും മന്ത്രിമാരും ഒക്കെ അതിനകത്തുണ്ട്. അവരൊരുപക്ഷെ ഇടപെടുകയും അവരിടപെട്ടുകൊണ്ടായിരിക്കുമല്ലോ സമരങ്ങൾ തീർന്നത്. മൂഡ് ഓഫ് ആയിട്ട് അവിടെ ചെന്നിരിക്കാൻ ഈ മന്ത്രിമാർ തയ്യാറായതും ഇതിങ്ങനെ പരിഹരിച്ചില്ലെങ്കിൽ കുഴപ്പമെന്നുള്ള ധാരണ കൊണ്ടാണല്ലോ. അപ്പോൾ ആ തരം കുറച്ചുകൂടെ വയസ്സായിട്ടുള്ള BJP നേതാക്കൾ ഇറങ്ങുകയും ഇത് പതുക്കെ അങ്ങ് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. അവർക്ക് കൊടുത്ത അവർക്ക് കൊടുത്തിരിക്കുന്ന നമ്മൾ ഈ പറയുന്ന നിങ്ങൾ കേസെടുക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതാണ് നല്ലത് എന്ന് കണക്കാക്കിയിട്ട് ഈ കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിട്ട് കുറെ കൂടെ സമവായ തലത്തിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്ന ആളുകൾ വിജയിക്കുകയാണെങ്കിൽ ആ നിലക്ക് പോകും. അതല്ല, ഈ രോഷം ഇവരുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ രോഷം പ്രകടിപ്പിക്കുകയും ഈ അധികാരത്തിൻ്റെ ദണ്ട് അല്ലെങ്കിൽ ഈ AK-47 വീണ്ടും എടുത്ത് വീശാൻ ഇവർ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ കേസുകൾ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ സൗരവ് ദാസിനും അഭിജിത് ദീപികയ്ക്കും മറ്റെല്ലാവർക്കും അവിടേക്ക് വീണ്ടും പോകേണ്ടതായിട്ട് വരും. ഈ സമരം ചെയ്ത ഈ രാജ്യത്തെ യുവത്വം അവിടെ ജന്തർ മന്ദറിൽ പോയിട്ട് ഇത്രയും ദിവസം ഇരുന്ന ആളുകൾ ചില്ലറക്കാരല്ല ഇപ്പോൾ എന്ന് ഇവർ മനസ്സിലാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ ഈ മൃഗശാലക്കകത്ത് ജനിച്ചു വളർന്നൊരു സിംഹക്കുട്ടി വലുതായിട്ട് ആ കൂട്ടിനകത്ത് മാത്രം ജീവിച്ച സിംഹം പുറത്തേക്ക് ഒരു തവണ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു പോയാൽ പിന്നെ തിരിച്ചു പിടിച്ചുകൊണ്ടിരുന്ന സിംഹം ഇവിടെ ഉണ്ടായിരുന്ന സിംഹം ആയിരിക്കില്ല. അവർ കാട്ടിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ രസം ടേസ്റ്റ് അറിഞ്ഞ സിംഹമാണ്. അതായത് ഇവർ 10-12 വയസ്സുള്ളപ്പോൾ മുതൽ കണ്ടു തുടങ്ങിയിരിക്കുന്ന ഈ ദേശീയ സർക്കാരിനെതിരെ അവർക്കെതിരായിട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്കെതിരെ സമരം ചെയ്ത് ഈ സമരത്തിൻ്റെ കരുത്തും സമര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വായുവും ഒരു തുറന്ന ഒരു അന്തരീക്ഷവും പിടികിട്ടിയിട്ടുള്ള ഈ ചെറുപ്പക്കാർ വീണ്ടും സമരത്തിലേക്ക് പോയാൽ ഇവരുടെ തോക്കും ഇവരുടെ ലാത്തി ചാർജും ഇവരുടെ ഇത്തരം കേസുകളും നിൽക്കുമെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെ സംഭവിക്കില്ല. പക്ഷേ അപ്പോൾ സംഭവിക്കാവുന്നതല്ല നമ്മളെയൊക്കെ ഭയപ്പെടുന്ന ഒരു കാര്യം അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും മറ്റൊരു കുഴപ്പത്തിലേക്ക് ചെന്ന് അവസാനിക്കും. ഇവർ ഇങ്ങനെ ഇത്രമേൽ രൂക്ഷമായിട്ടും മോശമായിട്ടും ഡൽഹി പോലീസ് ഗുണ്ടകളെ പോലെയാണല്ലോ ഹർഷ പെരുമാറിയത്. ഡൽഹി പോലീസ് ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയത്. ഈ ചെറിയ പെൺകുട്ടികളെ ഇങ്ങനെ ഇടിക്കുകയും അടിക്കുകയും ലൈംഗികമായിട്ട് അതിക്രമിക്കുകയൊക്കെ ചെയ്ത ഈ ആളുകൾ, അപ്പുറത്ത് AK-47 എടുത്ത ആളുകൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അവർ തോറ്റു എന്ന് വിചാരിച്ചിരിക്കുന്ന ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. അവർക്കൊരു അനുമതി കൂടെ കിട്ടിയാൽ അവർ വല്ലാത്ത തോതിലായിരിക്കും ഈ സമരത്തോട് അടുത്ത ഘട്ടത്തിൽ പെരുമാറുക. അത് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. പക്ഷേ ആ മോശം സിറ്റുവേഷൻ ആത്യന്തികമായിട്ട് എന്താ സംഭവിക്കുക എന്ന് ലോക ചരിത്രത്തിൽ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. ആത്യന്തികമായിട്ട് എത്രയോ വലിയ പവർഫുള്ളായിട്ടുള്ള എത്രയോ വലിയ അധികാര പ്രമത്തമായിട്ടുള്ള സകലമാന സംവിധാനങ്ങളും തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങൾ ഭരണകൂടങ്ങൾ നിസ്സാരമായിട്ട് ഈ കുട്ടികളുടെ മുന്നിൽ ചെറുപ്പക്കാരുടെ മുന്നിൽ വീണ് പോയിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യശരീരത്തിനാകത്താനെ ആകപ്പാടും ബുദ്ധിമുട്ടാവുകയും കുഴപ്പമുണ്ടാവുകയും ഒക്കെ ചെയ്യും. നമ്മൾ ഒരുപാട് സങ്കടപ്പെടുകയും ഒക്കെ മറ്റ് വേണ്ടി വരും. പക്ഷേ അത്തരം സംഗതികളിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുക. എനിക്ക് തോന്നുന്നു ഈ സമരത്തിൻ്റെ ഇതുവരെയുള്ള പോക്ക് മുന്നോട്ട് കണ്ട ഈ രാജ്യത്ത് ഭരിക്കുന്ന ആളുകൾ അവരുടെ ഉത്തരവാദിത്തം കാണിക്കട്ടെ. അപ്പോൾ ഇതൊരു BJPയുടെ സമ്പൂർണ്ണാധികാരമുള്ളൊരു സർക്കാരല്ല യഥാർത്ഥത്തിൽ. നമ്മളങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും രണ്ട് പാർട്ടികൾ പുറത്തു നിന്ന് പിന്തുണച്ചിട്ടാണ് ഈ ആളുകൾ ഭരിക്കുന്നത്. ഇന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ മാസവും കഴിഞ്ഞ ആഴ്ചയും വരെ കോൺഗ്രസിൻ്റെയും മറ്റു പാർട്ടികളുടെയും നേതാക്കളായിരുന്ന ആളുകളടക്കം അവരുടെ ആ രാഷ്ട്രീയ ചിന്ത ഉള്ളിലുള്ള ആളുകൾ അവർക്കൊപ്പമുണ്ട്. അപ്പോൾ അവർ കൂടെ ഇടപെട്ടിട്ട് ഇതിലപ്പുറത്തേക്ക് വഷളാവരുത് എന്ന ഒരു മെസ്സേജ് കൊടുക്കുകയും ആ നിലക്ക് ഇനി അങ്ങോട്ട് കൊടുത്ത വാഗ്ദാനം പാലിച്ചിട്ട് ഒരു കേസും എടുക്കാതിരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്താൽ അത്രയും നല്ലത്. ഇതിപ്പോൾ ഒരു കാര്യമുള്ളത്, ഒറ്റ ഇൻഡിവിജ്വലിനെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ കേസിൻ്റെ പേരിൽ ഉപദ്രവിച്ചാൽ ഈ കുട്ടികൾ അറിയും, അവരതിൽ ഇടപെടും. ഇപ്പോൾ തന്നെ സാക്ഷി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റും മറ്റുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റ് നിയമ നടപടികളിലേക്ക് പോകും. ഇപ്പോൾ പിന്നെ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, പ്രതിപക്ഷം എന്നത് ഈ സമരത്തിന് മുമ്പുള്ള പ്രതിപക്ഷമല്ല ഇപ്പോഴത്തെ പ്രതിപക്ഷം. അവർ കൂടുതൽ ഊർജ്ജവും ശക്തിയും നേടിയിട്ടുള്ള പ്രതിപക്ഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിലക്കുള്ള ഇതിൽ സരീഷ് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ നടപടിക്ക് വേണ്ടി വല്ലാതെ മുറവിളി കൂട്ടുന്ന ഒരു വിഭാഗം, നമ്മൾ എന്നും പറയുന്നത് പോലെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, മാധ്യമങ്ങൾ തന്നെയാണ്. ഒരു വിഭാഗം ഈ ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങളിൽ നടപടിക്ക് വേണ്ടി ഇവർക്ക് എതിരെ ഇവർ രാജ്യദ്രോഹികളാണ് എന്നുള്ളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇത്തരക്കാരുണ്ടല്ലോ, അതായത് പല പോക്കറ്റുകളിലായി അസ്വസ്ഥരായിരിക്കുന്ന മുഴുവൻ ആളുകളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും
ഒക്കെ തന്നെയാണ്. പിന്നെ ഭരണകൂടം തോറ്റിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടൊക്കെ അർണബ് ഗോസ്വാമിയെ പോലെയുള്ള ആളുകളൊക്കെ ഇതിനുവേണ്ടി നിലവിളിക്കുക. അത് തോറ്റവർ അവർ കൂടി ആയതുകൊണ്ടാണ്. അതായത് സത്യത്തിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പോലും ചില എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞങ്ങളിതാ അവർ പറഞ്ഞ കാര്യത്തോട് ചേർന്ന് നിന്ന് രാജ്യത്തെ യുവജനങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കിയില്ലേ, അവരുടെ രോഷത്തെ ഞങ്ങൾ മനസ്സിലാക്കിയില്ലേ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെപ്പിച്ചില്ലേ എന്ന് പറയാവുന്ന നില ഇപ്പോഴും നരേന്ദ്രമോദിക്ക് പോലും ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സർക്കാരിന് പോലും ഉണ്ട്. ഞങ്ങൾ രാജ്യത്തിൻ്റെ യഥാർത്ഥ സെൻസിനെ മനസ്സിലാക്കുന്ന ആളാണ്. പക്ഷേ ഈ മാധ്യമങ്ങൾക്ക് എന്താണ് ഹർഷ അങ്ങനെ ഒരു ഇതുള്ളത്? അതായത് തോറ്റതിൽ ഏറ്റവും ഗംഭീരമായിട്ട് തോറ്റത് അവരാണ്, ഏറ്റവും ഗംഭീരമായിട്ട് തോറ്റുപോയവരാണ്. സിനിമാക്കാർ പോലും ഈ പറയുന്ന പേടിയുടെ അന്തരീക്ഷത്തിനകത്ത് നിൽക്കുന്ന നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയായിട്ടുള്ള സിനിമാ മേഖലയിലെ പ്രമുഖർ പോലും നമ്മൾ അപ്രതീക്ഷിതമായിട്ടും അത്ഭുതപ്പെടുന്ന വിധത്തിൽ ഇവരെല്ലാം വന്നോ എന്ന തോതിൽ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ ഈ നേരത്തെ ഹർഷം പേരുമെടുത്ത് പറഞ്ഞ ഈ അർണബ് ഗോസ്വാമി ഉൾപ്പെടെയുള്ള ഈ മാധ്യമങ്ങളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് അവരായിരിക്കും ഒരുപക്ഷെ ഇനി അങ്ങോട്ടും ഈ പറയുന്ന പോലെ ഉള്ള ആക്രോശങ്ങൾ ഉയർത്തുക എന്ന് വേണം മനസ്സിലാക്കാൻ.